ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സ് Q300 എന്ന് പറയുന്ന മോഡലിൻ്റെ നെറ്റ്വർക്ക് പ്രോബ്ലത്തെക്കുറിച്ചാണ്. നെറ്റ്വർക്കിൽ ഏതൊക്കെ കംപ്ലൈൻറ്റ് വരാം, എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ലോ നെറ്റ്വർക്ക് കാണിക്കാം, അങ്ങനെയൊക്കെയുള്ള നെറ്റ്വർക്കിൽ PF വോൾട്ടേജിൻ്റെ ലൈന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്കിനെ പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ആൻറ്റിനയിൽ മുട്ടുന്ന 3 പോയിൻറ്റുകൾ. സാധാരണ എല്ലാ മൊബൈലിനും ഇങ്ങനെ 2 ഒക്കെ പോയിൻറ്റുകൾ കാണും. ഇതാണ് ഇതിൻ്റെ ആൻറ്റിന. അതായത് ഒരു മൊബൈലിൽ ഏറ്റവും വലിയ സൈസ് സ്ട്രിപ്പ് വരുന്നതാണ്. ഇത് കൂട്ടൊരു സ്ട്രിപ്പായിരിക്കും വെച്ചേക്കുന്നത്. ആ സ്ട്രിപ്പ് വരുന്നതാണ് ആൻറ്റിനയുടെ കണക്ഷൻ. അതുവഴിയാണ് ആൻറ്റിന സിഗ്നൽ ഇവിടെ വരുന്നത്. നമ്മൾ കൂട്ടുമ്പോൾ ഇതുമായിട്ട് കണക്റ്റായിട്ട് ഈ കാണുന്നതാണ് എക്സ്റ്റേണൽ ആൻറ്റിന. ഈ എക്സ്റ്റേണൽ ആൻറ്റിന വഴി കയറി വന്ന് അതിനിടയ്ക്ക് മിക്കവാറും ഒരു റെസിസ്റ്റർ വെച്ചേക്കും. ഈ റെസിസ്റ്ററിൻ്റെ ഇപ്പുറത്തൂടെ കയറി വരുന്ന വാല്യൂ കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റർ പോയതാണെന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റുമൊന്നും വേണ്ട. റെസിസ്റ്ററിൻ്റെ ഇപ്പുറത്ത് മൾട്ടിമീറ്റർ വെച്ചേച്ച് ബാക്കിയുള്ള കണക്ഷൻ കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് ഈ IC-യിലേക്കാണ് ഇത് വന്ന് കയറുന്നത്. ഇത് PF ആണ്. ഈ PF-നകത്ത് വന്നേച്ചാണ് ഈ സിഗ്നൽ ബൂസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെ ഈ PF ഇരിപ്പുണ്ടാവും. ഈ PF ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ്വർക്കിന് പ്രശ്നം കാണിക്കും. ഈ PF-ന് ചുറ്റുമുള്ള ഏതെങ്കിലും സ്പെയറുകൾ കംപ്ലൈൻ്റ് ഉണ്ടെന്ന രീതിയിൽ നെറ്റ്വർക്കിന് പ്രശ്നം കാണിക്കും. ഈ കണക്ക് ഒരു ക്രിസ്റ്റലുണ്ടാവും. ക്രിസ്റ്റലൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ലെഗ് പോകാൻ സാധ്യതയുള്ള പെട്ടെന്ന് പോകുന്ന കമ്പോണൻസ് ആണ്. അപ്പോൾ ക്രിസ്റ്റലൊക്കെ ഒന്ന് പൊക്കി വെച്ച് നിങ്ങൾ നോക്കുക, അതിൻ്റെ ലെഗെല്ലാം കറക്റ്റാണോ എന്ന്. എന്നിട്ട് അതുപോലെ തന്നെ അങ്ങ് വെച്ചേക്കുക. പിന്നെ ഈ സൈസ് കമ്പോണൻസ് ഇതൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഫിൽറ്ററുകളാണ്. അപ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് പ്രശ്നം കാണിക്കും. ഈ നെറ്റ്വർക്കിൻ്റെ കാര്യം മാത്രം നമുക്ക് ഇത് വൈഫൈയുടെ IC കേട്ടോ. ബാക്കിയുള്ള കമ്പോണൻസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വീക്ഷിക്കുക. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇത് ചുമ്മാ അങ്ങനെ കംപ്ലൈൻ്റ് ആകുകയില്ല. ചുമ്മാ കംപ്ലൈൻ്റ് ആകുന്ന സാധനമല്ല. അപ്പോൾ വാട്ടർ ഡാമേജ് വല്ലതും ആയിട്ടായിരിക്കും കംപ്ലൈൻ്റ് ആകുന്നത്. അപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ ഈ സാധനം മനസ്സിലാവുന്നതാണ് എവിടെയാണ് പ്രിൻ്റ് പോയേക്കുന്നത്, ഏത് കമ്പോണൻസ് ആയിരിക്കും കംപ്ലൈൻറ്റ് എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാകും. പിന്നെ PF മാറുകയാണെന്ന രീതിയിൽ നിങ്ങൾ അഴിച്ചു വെക്കുന്ന PF വലിയ ഹോട്ട് ഇല്ലാതെ തന്നെ അഴിച്ചെടുക്കുക. മാക്സിമം അടിയിൽ ഹീറ്റ് കൊടുത്ത് അഴിച്ചെടുക്കുക. എന്നിട്ട് ഇച്ചിരി ലെഡ് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഇച്ചിരി ലെഡ് അപ്ലൈ ചെയ്ത് വെച്ച് പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അതായത് അധികം ഹീറ്റ് ഇല്ലാതെ തന്നെ, ഹീറ്റ് IC-യിൽ അടിക്കാതെ തന്നെ. ഇത് ഹീറ്റായാൽ പോകുന്നൊരു IC-ആണ്. അപ്പം മാക്സിമം ഹീറ്റ് കുറച്ച് തന്നെ നിങ്ങളത് ഫിക്സ് ചെയ്യുക. PF മാറുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക അതിൻ്റെ ഈ സൈഡിലോ കാര്യങ്ങളോ ഒക്കെ വോൾട്ടേജ് കാര്യങ്ങളോ ഒക്കെ കറക്റ്റായിട്ടാണോ വരുന്നത്. PF വർക്ക് ചെയ്യാനൊരു വോൾട്ടേജ് ആവശ്യമാണ്. ആ വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, അത് ഈ കപ്പാസിറ്റർ വഴിയാണ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ബാറ്ററി കോണ്ടാക്ട് ചെയ്യുന്ന ആ കപ്പാസിറ്ററിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ടോ, എന്നാലേ ഈ PF വർക്ക് ചെയ്യുള്ളൂ. ഈ കമ്പോണൻ്റ് വർക്ക് ചെയ്യാനായിട്ട്, ഈ IC വർക്ക് ചെയ്യാനായിട്ട് ഒരു പവർ സപ്ലൈയുടെ ആവശ്യമാണ്. അതിൽ വലിയ ബ്രേക്ക് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നെറ്റ്വർക്ക് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. കാരണം അത് നമ്മൾ ഒരു തവണ ഒരു സ്പെയർ മാറ്റിച്ച് നമ്മളിത് മൊത്തം പൂട്ടിയേച്ച് നമ്മൾ സിം കാർഡ് ഇട്ട് നെറ്റ്വർക്ക് സെർച്ച് ചെയ്തൊക്കെ നോക്കിയാലേ നമുക്കിത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ സ്പെയറും ശ്രദ്ധിച്ച് ഈ PF വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ഉണ്ടോ, അതോ ഈ IC-കളിൽ എവിടെയെങ്കിലുമൊക്കെയാണോ ഡാമേജ്. അത് നിങ്ങൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ ബോർഡിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് ആദ്യം 10 മിനിറ്റ് നിങ്ങൾ വീക്ഷിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോരോ സ്പെയറിലേക്ക്
ഉള്ള വോൾട്ടേജും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ആൻറ്റിന ക്ലാവ് പിടിച്ചിട്ടുണ്ട്, ആൻറ്റിനയൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ഈ ലോ സിഗ്നലൊക്കെ കാണിക്കുന്നത് ഈ ആൻറ്റിനയുടെ ഈ പിന്നുകൾ താന്നിരുന്നു കഴിഞ്ഞാൽ ലോ സിഗ്നലൊക്കെ കാണിക്കുക. അതിപ്പോൾ അതൊക്കെയാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.